സ്പെയിനിൽ ഏറ്റവും കൂടുതലായി ആദരിക്കപ്പെടുന്ന വിശുദ്ധ ഇസിദോർ സഭയിലെ ഏറ്റവും തിളക്കമാർന്ന വേദപാരംഗതൻ എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. ദൈവം അതിനായിട്ടാണ് വിശുദ്ധനെ സൃഷ്ടിച്ചതെന്ന് വിശുദ്ധ ബ്രൂലിയോ പറയുന്നു. കാർത്താജേന എന്ന പട്ടണത്തിലായിരുന്നു വിശുദ്ധൻ ജനിച്ചത്. ആ നാട്ടിലെ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളിൽപ്പെടുന്ന സെവേരിയനും തിയഡോറയുമായിരുന്നു വിശുദ്ധന്റെ മാതാപിതാക്കൾ. അസാധാരണമായ ദൈവഭക്തിയുടെ ഉദാഹരണമായിരുന്നു അവർ. വിശുദ്ധന്റെ സഹോദരന്മാരായിരുന്ന ലിയാണ്ടറും ഫ്ലൂജന്റിയൂസും പിൽക്കാലത്തെ മെത്രാന്മാരായിരുന്നു. കൂടാതെ വിശുദ്ധന്റെ സഹോദരിയായിരുന്ന ഫ്ലോറന്റിയാനയും വിശുദ്ധരുടെ ഗണത്തിൽപ്പെടുത്തി ആദരിക്കപ്പെടുന്ന വ്യക്തിത്വമാണ്. രാജാക്കന്മാരായിരുന്ന റിക്കാർഡ്, ലിയൂബ, വിറ്ററിക്, ഗുണ്ടർമാർ, സിസബട്ട് തുടങ്ങിയവരുടെ ഭരണകാലങ്ങളിൽ അദ്ദേഹം തന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ തുടർന്നു പോന്നു. 600-ൽ വിശുദ്ധ ലിയാണ്ടറിന്റെ നിര്യാണത്തോടെ അദ്ദേഹത്തെ പിന്തുടർന്ന് സെവില്ലെ 601-ൽ സഭയുടെ മെത്രാപ്പൊലിത്തയായി അഭിഷിക്തനായി. വിശുദ്ധൻ അരുളപ്പാടും ആത്മാവുമായിരുന്ന നിരവധി സമ്മേളനങ്ങളിലൂടെ അദ്ദേഹം സ്പെയിനിലെ സഭയിൽ അച്ചടക്കം വീണ്ടെടുക്കുകയും സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. 619-ൽ വിശുദ്ധൻ അധ്യക്ഷനായ സെവില്ലെ സമ്മേളനത്തിൽ ഒരു പൊതുവാദത്തിലൂടെ അദ്ദേഹം സിറിയയിൽ നിന്ന് വന്ന അസഫാലിയയിലെ മെത്രാനായിരുന്ന ഗ്രിഗറി പിന്തുടർന്നിരുന്ന യൂട്ടിച്ചിയൻ സിദ്ധാന്തത്തെ എതിർക്കുകയും അത് തെറ്റാണെന്ന് തെളിവ് സഹിതം തെളിയിക്കുകയും ചെയ്തു. തുടർന്ന് അതേ സ്ഥലത്ത് വെച്ച് തന്നെ ഗ്രിഗറി കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു. വിശുദ്ധ ഇസിദോർ തന്റെ പ്രയത്നങ്ങളുടെ നേട്ടങ്ങൾ ഭാവി തലമുറകൾക്ക് വേണ്ടി സൂക്ഷിച്ചിരുന്നു. അദ്ദേഹം നിരവധി ഉപകാരപ്രദമായ രചനകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മീയ രചനകൾ ആരുടെയും ഹൃദയത്തെ സ്പർശിക്കുന്നവയാണ്. അദ്ദേഹത്തിന്റെ ഭാഷയുടെ ഭംഗിയും വിനയവും ആ കാലഘട്ടത്തിന്റെ സംഭാവനകളല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ രചനാരീതി വളരെ ഒതുക്കവും വ്യക്തവുമായിരുന്നു. വിശുദ്ധ ഇസിദോർ ലാറ്റിൻ, ഗ്രീക്ക്, ഹീബ്രു എന്നീ ഭാഷകൾ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുമായിരുന്നുവെന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധന്റെ മരണത്തിന് 14 വർഷങ്ങൾക്ക് ശേഷം ടോൾഡോയിൽ കൂടിയ വിശ്വാസികളുടെ 8ാമത്തെ മഹാസമ്മേളനത്തിൽ മികച്ച വേദപാരംഗതൻ, കത്തോലിക്ക സഭയുടെ ആഭരണം, ഏറ്റവും അറിവുള്ള മനുഷ്യൻ, പിൽക്കാല ജനതകൾക്ക് മാർഗനിർദ്ദേശം നൽകിയ വിശിഷ്ട വ്യക്തിത്വം എന്നിങ്ങനെയൊക്കെയായിരുന്നു വിശുദ്ധനെ വിശേഷിപ്പിച്ചിരുന്നത്.